ഇറാൻ ആക്രമണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നു. ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വന്നു. ഇന്ത്യ എന്ന രാജ്യം വലിയ തോതിൽ അപമാനിക്കപ്പെട്ടിരിക്കുക. അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇത്രമാത്രം അപക്വമായ രീതിയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്ര തലവനെ എവിടെയെങ്കിലും കാണാൻ കഴിയും? ഇസ്രായേലിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇസ്രായേലിന്റെ മഹാശേഷി ഒന്നും അല്ല, അമേരിക്കയുടെ പിന്തുണയാണ്. ഇപ്പോ ആയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയായിട്ട് വന്നയാളെയും വധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇസ്രായേലിന്റെ മഹാശേഷി ഒന്നും അല്ല, അമേരിക്കയുടെ പിന്തുണയാണ്. അമേരിക്കയും ഇസ്രായേലും കൂടിയാണ് ലോക സമാധാനമാകെ അപകടപ്പെടുന്നത്. ഈ യുദ്ധത്തിന് ഒരു പ്രത്യേകതയുള്ളത്, അമേരിക്കയുടെ കൂടെ മറ്റുള്ളവരധികമില്ല. ഇറാഖിനെതിരെ നീങ്ങുമ്പോൾ ഒട്ടേറെ രാഷ്ട്രങ്ങൾ അമേരിക്കയോടൊപ്പം ഉണ്ടായിരുന്നു. അവര് യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു, നേറ്റോ പങ്കാളിയായിരുന്നു. ഇപ്പൊ അവരൊന്നും ആ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നില്ല. അമേരിക്കയിൽ തന്നെ അതിശക്തമായ പൊതുജനാഭിപ്രായം അമേരിക്കൻ നിലപാടിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കും. അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇത്രമാത്രം അപക്വമായ രീതിയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്ര തലവനെ എവിടെയെങ്കിലും കാണാൻ കഴിയും? ഏതൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്? അമേരിക്കയിൽ പോലും രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്ന ആളുകൾ സമയത്തോടെ അല്ലാതെ ഇടപെട്ടാൽ ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും? ലോകത്തിൽ പലതരത്തിൽ അത് പ്രകടമാകുന്നില്ല. ലോകമാസകലം ഇതിനെതിരെയുള്ള ശക്തമായ വികാരം ഉയർന്നു വരികയാണ്. ഇതിൻ്റെതായ പ്രയാസങ്ങൾ വലിയ തോതിൽ ഇതിന് വിധേയമായ രാഷ്ട്രങ്ങൾ മാത്രമല്ല, എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് തന്നെ. അങ്ങനെ അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കില്ല, അത് തുടരും. തങ്ങൾ ലക്ഷ്യപ്പെട്ട രാഷ്ട്രത്തെ നശിപ്പിച്ചയാണോ? ഇതാണ് തുടർത്തുള്ള പ്രഖ്യാപനം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറ്റു ഭാഗത്തേക്ക് ഇപ്പൊ നമ്മൾ കടക്കേണ്ടതില്ല. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല. സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളത് ലോകമാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഇന്ത്യക്കാർ, ഇന്ത്യ എന്ന രാജ്യം വലിയ തോതിൽ അപമാനിക്കപ്പെട്ടിരിക്കുക. നമ്മുടെ രാഷ്ട്രത്തിന് അതിൻ്റെതായ അഭിമാനകരമായ ചരിത്രമുണ്ട്. ആ ചരിത്രം ബ്രിട്ടീഷ് അധിനിവേശത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയാണ് സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ
ലോക സാമ്രാജ്യത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് നേതൃത്വമുള്ള ഗവൺമെന്റ് ലോകത്ത് നൽകിയ സന്ദേശം സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിലാണ് ഇന്ത്യ എന്തായിരുന്നു. ആ കാലത്ത് ലോകത്താകെ നടക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ അവയോടൊപ്പമായിരുന്നു ഇന്ത്യ. മൂന്നാം ലോക രാഷ്ട്രങ്ങൾ ആ ഘട്ടത്തിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ എല്ലാം കൂടെയായിരുന്നു ഇന്ത്യ. ചേരിചേര നയമാണ് നാം അംഗീകരിച്ചത്. ചേരിചേര നയത്തിന്റെ അന്തസത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശബ്ദം വലിയ തോതിൽ ആദരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിലാകെ വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? കാലം മാറുന്നു, കോൺഗ്രസിന് മാറ്റം വരുന്നു, നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് കാലം വരുന്നു. ആ കാലത്ത് ആഗോളവൽക്കരണമായി മാത്രമല്ല അംഗീകരിച്ചത്, അമേരിക്കൻ സാമ്രാജ്യത്വ പീഡനവും അതോടൊപ്പം വന്നു. പഴയ നിലയിൽ നിന്ന് മാറി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വന്നു. എല്ലാം പഴയ നിലപാടിലുള്ള മാറ്റം. ഇസ്രയേലിനെ അങ്ങനെ അംഗീകരിക്കുന്നു, സാമ്രാജ്യത്തോടൊപ്പം നിൽക്കുന്നു. യു പി എയുടെ കാലമായപ്പോൾ കോൺഗ്രസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു. എങ്ങനെ? ഈ സാമ്രാജ്യത്വ അനുകൂല മനോഭാവത്തിൽ ശക്തിപ്പെട്ടു. അതിന്റെ ഭാഗമായിരുന്നു അന്നത്തെ ആണവ കരാർ. അതിന്റെ ഭാഗമായിരുന്നു അമേരിക്കയുടെ സഖ്യശക്തിയായി മാറാനുള്ള ശ്രമം. യു പിയുടെ കാലത്ത് ശക്തമായാണ് അതിനുവേണ്ടി നീങ്ങിയത്. കോൺഗ്രസ് തന്നെ അവരുടെ പഴയ നയത്തിൽ നിന്ന് മാറി. നമ്മുടെ രാജ്യം അങ്ങനെ മാറിക്കൂടാ എന്ന നിലപാട് പൊതുവെ ഇടതുപക്ഷം സ്വീകരിച്ചതാണ് രാജ്യത്താണ്. പക്ഷെ ആ നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നീട് നാം കണ്ടത് എന്താ? ബിജെപിയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്വമാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇറാൻ ആക്രമണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നു. അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. കൃത്യമായ പ്ലാനില്ലേ? അമേരിക്കയുടെ അടക്കം സംവിധാനം അതിന് പിന്നിലില്ലേ? കൃത്യമായൊരു സന്ദേശം ലോകത്ത് നൽകാൻ ഉദ്ദേശിച്ചത് ഇന്ത്യ ഇസ്രയേലിനോടൊപ്പം എന്ന സന്ദേശം നൽകുന്നതിലെ ഉദ്ദേശിച്ചത്.